ഒതളങ്ങത്തുരുത്ത് എന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായി പിന്നീട് സിനിമയിലെത്തിയ നടനാണ് നത്ത് എന്നറിയപ്പെടുന്ന അബിൻ ബിനു. നടൻ എന്ന നിലയിൽ മാത്രമല്ല, ആരാധകൻ എന്ന നിലയിലും ഒരു സ്വപ്ന നിമിഷത്തിലാണ് അബിൻ ഇപ്പോൾ. മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ അബിൻ തുടരും എന്ന ചിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ മുഴുനീള വേഷത്തിൽ എത്തുന്നുണ്ട്. മോഹൻലാലിനും മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹമാണെന്നും തുടരും സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്ന തരുൺ മൂർത്തിക്കും രഞ്ജിത്തിനും നന്ദി പറയുന്നുവെന്നും മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ അബിൻ പറഞ്ഞു. പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന തുടരും സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിന്റെ ത്രില്ലിലാണ് ഇപ്പോൾ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് തരുൺ ചേട്ടൻ ആദ്യം മെസ്സേജ് അയക്കുന്നത്. തരുൺ മൂർത്തിയാണ്. എനിക്ക് നിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് വേണം എന്നായിരുന്നു മെസ്സേജ്. നമ്പർ കൊടുത്തപ്പോൾ അദ്ദേഹം വിളിച്ചു. ഒരു പടത്തിന്റെ കാര്യം പറയാനാണ്. കൊച്ചിയിലുള്ളപ്പോൾ എന്നെ വന്ന് കാണണം എന്നും പറഞ്ഞു. ലാലേട്ടനാണ് ചിത്രത്തിലെ നായകനെന്ന് അപ്പോൾ അറിഞ്ഞില്ല. പക്ഷേ സുഹൃത്തുക്കളോട് തരുൺ ചേട്ടൻ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിന്റെ പടം പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത പടം മോഹൻലാൽ പടമാണെന്ന്. അത് കേട്ട് ഷോക്കായിപ്പോയി. പിന്നെ ആകെ ഒരു ത്രില്ലും ടെൻഷനുമായിരുന്നു. കൊച്ചിയിലെത്തി തരുൺ ചേട്ടന്റെ അടുത്ത് ചെന്നു. ആ സമയത്ത് ബിനു ചേട്ടൻ അവിടെയുണ്ട്. അവിടെ വെച്ചാണ് കഥാപാത്രത്തെ പറ്റി പറഞ്ഞു തരുന്നത്. കേട്ടപ്പോൾ എൻ്റെ കിളി പോയി. കാരണം കുട്ടിക്കാലം മുതൽ കടുത്ത ലാലേട്ടന്റെ ആരാധകനാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്നു. അദ്ദേഹത്തെ അടുത്തു കാണാനും അഭിനയിക്കാനും നേരിട്ട് കാണാനും ഒരവസരം ലഭിക്കുന്നു. എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഇട്ടിമാണി സിനിമ ഇറങ്ങിയ സമയത്ത് ഫാൻസിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കൂടെ സിനിമ ചെയ്യുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരുന്നു. ലൊക്കേഷനിൽ വെച്ച് ഞാൻ ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ, മോൻ രോമാഞ്ചത്തിൽ അഭിനയിച്ച ആളാണ് അല്ലേ? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരായ മണിയൻ എന്നാണ് അദ്ദേഹം എന്നെ ആദ്യ സെറ്റിൽ വിളിച്ചിരുന്നത്. മോനെ മണിയ എന്ന് വിളിക്കും. അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. അദ്ദേഹത്തിനൊപ്പമായിരുന്നു എൻ്റെ ആദ്യത്തെ ഷൂട്ട്. വളരെ സൗഹൃദത്തോടെയാണ് ഇടപെടുന്നത്. ലാലേട്ടനൊപ്പം അഭിനയിക്കുമ്പോൾ ടെൻഷനാകും എന്നൊക്കെ കരുതിയാണ് പോയത്. പക്ഷേ ഒട്ടും ടെൻഷനില്ലാതെയാണ് അഭിനയിച്ചത്. എന്നെന്നും ആരാധിച്ചിരുന്ന ലാലേട്ടനൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരിൽ നിന്നൊക്കെയാണ് നമുക്ക് കണ്ടുപഠിക്കാനുള്ളത് കിട്ടുന്നത്. അവർ അഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റികളാണല്ലോ. അവരെ കണ്ടു വേണം പുറകെ വരുന്ന തലമുറകൾ പഠിക്കാൻ. അവരെ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരിൽ നിന്നും കിട്ടിയതൊക്കെ നമ്മുടെ കയ്യിലും ഉള്ളൂ. ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരിൽ നിന്നൊക്കെയാണ് നമുക്ക് കണ്ടുപഠിക്കാനുള്ളത് കിട്ടുന്നത്. അവർ അഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റികളാണല്ലോ. അവരെ കണ്ടു വേണം പുറകെ വരുന്ന തലമുറകൾ പഠിക്കാൻ. അവരെ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരിൽ നിന്നും കിട്ടിയതൊക്കെ നമ്മുടെ കയ്യിലും ഉള്ളൂ. ശോഭന മാമിനെയും സിനിമകളിലൂടെ കണ്ട് ആരാധിച്ചിരുന്നു. അതുപോലെ ലാലേട്ടൻ ശോഭന കോംബോയും. അവരെ കണ്ടു വളർന്ന നമുക്ക് രണ്ടുപേരോടും ഒപ്പം അഭിനയിക്കാൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല. ശോഭന മാമും വളരെ സൗഹൃദത്തോടെയാണ് ഇടപെട്ടത്. ലാലേട്ടനും മണിയമ്പിള്ള ചേട്ടനും വലിയ കൂട്ടുകാരാണ്. അവരുടെ കോംബോ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കാര്യത്തിൽ ലാലേട്ടൻ്റെ വേറൊരു പതിപ്പാണ് മണിയൻ പിള്ളച്ചേട്ടൻ. മണിയൻ പിള്ളച്ചേട്ടൻ എല്ലാവരുമായി വലിയ സ്നേഹത്തോടെയാണ് ഇടപെടുന്നത്. എന്നോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മണിയൻ. തരുൺ ചേട്ടനോടും ബിനു ചേട്ടനോടും രഞ്ജിത്ത് സാറിനോടും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അവരാണല്ലോ എനിക്ക് ഈ മഹാന്മാരായ കലാകാരന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള അവസരം തന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ ഡിസ്കൺ ചേട്ടൻ, ക്യാമറ ചെയ്ത ഷാജി ചേട്ടൻ, അതുപോലെ മറ്റ് അണിയറ പ്രവർത്തകർ, ഒപ്പം അഭിനയിച്ചവർ എല്ലാവരോടും നന്ദി. അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. തരുൺ ചേട്ടനും രഞ്ജിത്ത് സാറിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇതുവരെ 12 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ലാലേട്ടനും മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മമ്മൂക്കയുടെ ടർബോയിലും ബസൂക്കയിലും അഭിനയിച്ചു. ബസൂക്കയുടെ സെറ്റിൽ വെച്ച് എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു. മമ്മൂക്കയായിരുന്നു അന്ന് കേക്ക് മുറിച്ചത്. മലയാളത്തിലെ ബിഗ് എംസിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അഭിനയിച്ച സിനിമകളൊക്കെ ഹിറ്റുകളായിരുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളിലെ ഭാഗമാകാൻ കഴിയുന്നത് ഭാഗ്യമാണ്. തുടരും കണ്ടിട്ട് ഒരുപാട് പേർ വിളിച്ചു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പക്ഷേ പടം കണ്ടവരൊക്കെ എന്നോട് എന്നാലും ഇതെന്തിനായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പടം കണ്ടവർക്ക് അതിൻ്റെ കാരണം മനസ്സിലാകും. ഷെയ്ൻ നിഗത്തിൻ്റെ ഹാൽ എന്ന ചിത്രമാണ് ഇനി വരാനുള്ളത്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെ ആസാദിയും. ജോണേട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. ആസാദി മെയ് 9 റിലീസ് ചെയ്യും.